ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ജമാഅത്ത് ലീഗ് ബന്ധത്തെ എടുത്തു കാണിച്ചവർ പ്രതിരോധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏകപക്ഷീയമായ ഇടതുപക്ഷ ബന്ധമല്ല ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത്. തരാതരം പോലെ മാറിയുള്ള സമീപനങ്ങളാണ്. സുമാർ 2006 പരിസരങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ മലപ്പുറം ജില്ലകളിൽ നിർലോഭമായി സഹായിച്ചു എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്ന് പറയുന്ന മൗദൂദി പുരോഹിതൻ വിളിച്ചു പറയാം. ആ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് അയാൾ സംസാരിക്കുന്നത് ഒരു ന്യായീകരണമാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാര്, വെൽഫെയർ പാർട്ടിക്കാര് അവരുടെ എതിരാളികളെ ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല പ്രതിരോധിക്കാറുള്ളത്. വ്യക്തിഹത്യയും തേജോവധങ്ങളും തെറികളും പറഞ്ഞുകൊണ്ടാണ് ഏത് കാലത്തും അവർ പ്രതിരോധിച്ചു പോന്നിട്ടുള്ളത്. ഒരു കാലത്ത് കുഞ്ഞാലിക്കുട്ടി അവരുടെ എതിർപക്ഷത്ത് നിന്നപ്പോ ആ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേരളത്തിലൊരു ലൈംഗികാരോപണം ഉയർന്നു വന്നപ്പോ ആ ലൈംഗികാരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം കുത്തിത്തിരിപ്പുകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ തന്നെ തങ്ങൾ മാന്യന്മാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അതരവ്യായാമങ്ങളും മൗദൂദികൾ നടത്താറുണ്ട്. അത്തരത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നടത്തിയ കുതന്ത്രങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് തങ്ങൾ അത്തരം മോശപ്പെട്ടതിലൊന്നും ഇടപെടൂല, വ്യക്തിഹത്യ ചെയ്യൂല എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ഒരു ന്യായീകരണത്തിന്റെ പിറകെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പിന്തുണയെ കുറിച്ച് അയാൾ പറയുന്നത്. കഴിഞ്ഞ ഘട്ടത്തിൽ ലീഗിന്റെ ഒരു നേതാവിന്റെ കാര്യത്തിൽ കൊടുത്ത റിപ്പോർട്ടായിരിക്കും. പക്ഷെ അതിൽ നിങ്ങൾ ഓർത്തോക്കൂ, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന പത്രം എന്തൊരു ജാഗ്രത പുലർത്തി. ആ വാർത്ത നേരത്തെ 1992 വന്നപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അവസാനം അത് വന്നപ്പോൾ പോലും അതിന്റെ റിപ്പോർട്ട് മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തില്ല. മാധ്യമത്തിൽ അവർ ഫ്രണ്ട് പേജിൽ അത് കൊടുത്തിട്ടില്ലെങ്കിലും പിറകിൽ കൊടുത്ത വാർത്ത കുത്തിപ്പൊന്തിച്ച് അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ മൗദൂദി വെട്ടുകിളികൾക്ക് സാധിക്കും. അത് വെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്ന ആളുകളുടെ കൂടെ കൂടി കുഞ്ഞാലിക്കുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇവരും കൂടെയുണ്ടായിരുന്നു. അതിന്റെ 5ാമത്തെ പേജിൽ അവലോകനത്തോടു കൂടി കൊടുത്തു. ആ പെണ്ണ കാര്യം വിളിച്ചു പറഞ്ഞു. ഇവിടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഞങ്ങൾ വാർത്ത കൊടുത്തില്ല, അദ്ദേഹത്തെ ഞങ്ങൾ വ്യക്തിഹത്യ ചെയ്തില്ല എന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ന്യായീകരണത്തിൽ ഇനി അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ കുതിര കയറാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അത് മറ്റുള്ളവരുടെ ചെലവിൽ നിർവഹിക്കുക എന്നതാണ്. അതിനുവേണ്ടി MK മുനീറിന്റെ ചാനലിൽ ഈ വ്യക്തിഹത്യകൾ റിപ്പോർട്ടായി വന്നതിനെയാണ് ഇനി അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് അവിടെ അദ്ദേഹം അത് പറയുന്നത്? തങ്ങളുടെ ഭാഗം ക്ലിയർ ആണ് എന്ന് പറയൽ മാത്രമല്ല, മുനീറിന്റെ വാർത്തകൾ വെച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും വ്യക്തിഹത്യ നടത്തൽ തന്നെയാണ് ഈ ജമാഅത്തുകാരൻ ഉദ്ദേശിക്കുന്നത്. MK മുനീർ സാഹിബ് ചെയർമാനായ ഇന്ത്യ വിഷൻ 24 തവണ ആ പെണ്ണ് ആ മുൻ മന്ത്രിക്കെതിരെ പറഞ്ഞത്, ഇപ്പൊ അങ്ങനത്തെ മന്ത്രിക്കെതിരെ പറഞ്ഞത് 24 തവണ കേരളീയ ജനതയോട്, മലയാളി സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. മാതൃഭൂമിയും മലയാള മനോരമയും ഹിന്ദു ഇന്ത്യൻ സ്വകാര്യ ഫ്രണ്ട് പേജ് കൊടുത്തു. മൊത്തത്തിൽ ഒരു പൊതുപ്രവർത്തകനെതിരെ വന്ന അത്തരം ഒരു ആരോപണം, ഒരു കഥ ഏറ്റുപാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ പിന്നാലെ നടന്ന് ശത്രുക്കൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരും രാജിവെക്കാൻ ആവശ്യപ്പെടുകയാ ചെയ്തത്. അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ രാഷ്ട്രീയ കേരളത്തിൽ ഒറ്റിക്കൊടുക്കുന്നതിൽ മൗദൂദികളും കൂട്ടുനിൽക്കുകയാണ്.